ക്ലബ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, കൂടുതൽ പറയേണ്ടതില്ല ഈ ക്ലബിനെ കുറിച്ച്. ഒരു സിനിമ എത്തുന്നതിന് മുൻപ് തന്നെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ കോടി ക്ലബ്ബ് ചർച്ചകൾ ആരംഭിക്കും. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരു കാലത്ത് കോടി ക്ലബ്ബ് പടങ്ങൾ മലയാളത്തിന് ഏറെ വിദൂരമായിരുന്നു. ബോളിവുഡ് അടക്കമുള്ള സിനിമാ ഇൻഡസ്ട്രികൾ കോടികൾ കൊയ്യുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമായിരുന്നു നമ്മൾ മലയാളികളുടെ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ, മോളിവുഡിൻ്റെ വിധി. എന്നാൽ ഇന്ന് കഥ അടിമുടി അങ്ങ് മാറി. പ്രമേയത്തിലും മേക്കിങ്ങിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മോളിവുഡിനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇന്ന് മറ്റ് ഇൻഡസ്ട്രികൾ. കഴിഞ്ഞ 3 വർഷത്തോളമായി മലയാള സിനിമകൾക്കെല്ലാം മികച്ച കളക്ഷനാണ് ലഭിച്ചു വരുന്നത്. അന്യമായിരുന്ന കോടി ക്ലബ്ബുകൾ തുടരെ മലയാളത്തിന് ലഭിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലോകയും ഹൃദയപൂർവ്വവും. ലോക 100 കോടിയാണെങ്കിൽ ഹൃദയപൂർവ്വം 50 കോടിയും പിന്നിട്ട് പ്രദർശനം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടരുമാണ് ലിസ്റ്റിൽ ഒന്നാമതായി നിൽക്കുന്നത്. 118 കോടിയാണ് കേരളക്കരയിൽ നിന്നും മോഹൻലാൽ ചിത്രമായ തുടരും കളക്ട് ചെയ്തതെന്നാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 86 കോടിയുമായി എൻപുരാനാണ് രണ്ടാമതായുള്ളത്. 39 കോടിയിൽ എത്തി നിൽക്കുന്ന ആലപ്പുഴ ജിങ്കാന, 30 കോടിക്ക് അടുത്തെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി, 26.85 കോടി നേടിയ രേഖാചിത്രം. അങ്ങനെ പോകുന്നു ഈ വലിയ ചിത്രങ്ങളുടെ നീണ്ട നിര. റിലീസ് ചെയ്ത വെറും 11 ദിവസം മാത്രം പിന്നിട്ട ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് ഇപ്പോൾ 3ാം സ്ഥാനത്തായി എത്തി ശ്രദ്ധ നേടിയിരിക്കുന്നത്. 30 കോടിയോളം രൂപ ലഭിച്ചാൽ കേരളത്തിൽ എമ്പുരാനെ വീഴ്ത്താൻ ലോകയ്ക്ക് സാധിക്കും. ലിസ്റ്റിൽ ഒരു തമിഴ് ചിത്രം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജനീകാന്ത് നായകനായി എത്തിയ കൂലിയാണ് ആ ചിത്രം. 25 കോടിയാണ് കേരളത്തിൽ നിന്നും ഈ കൂലി എന്ന തമിഴ് ചിത്രം നേടിയിരിക്കുന്നത്.